ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലേ? എല്ലാവർക്കും മിസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരക്കറിയാണ്. തനി നാടൻ ചുമന്ന ചീരയുടെ കറിയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം. നമുക്കെങ്ങനെയാണ് സ്വാദിഷ്ടമായ ചീരക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചീരേൻ്റെ ഇല നന്നായിട്ട് തണ്ടും ഇലയും കൂടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകുക. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തന്നെ നന്നായിട്ട് പുഴുവിൻ്റെ ഇലയൊക്കെയാണോ എന്നൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തണ്ടിന് കട്ടിയാണെങ്കിൽ നമ്മളത് രണ്ടായിട്ട് നടുവേ കീറിയെടുക്കുക നീളത്തിന്. എന്നിട്ട് ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ മാങ്ങയാണ് ഇവിടെ ചേർത്തെടുക്കാൻ. മാങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ചക്കക്കുരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുഞ്ഞുള്ളി, പിന്നെ ഒരു ഒറ്റ അല്ലി മാത്രം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ജീരകം, ഇത്രയും മാത്രം മതി അരപ്പിന് വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. തണ്ട് ആദ്യം വേവിച്ച് വേണം എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കിന് ആദ്യം തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചീരൻ്റെ തണ്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ തണ്ട് ഇട്ട് ആദ്യം വേവിച്ചെടുക്കുക. വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ആദ്യം തണ്ടെന്ന് പകുതി വേവായി കഴിഞ്ഞിട്ട് നമ്മൾ ഇല ഇടുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാം. പകുതി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ ഈ സമയത്ത് നമുക്ക് അരപ്പിന് ഉള്ളതെല്ലാം അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തണ്ട് ഏകദേശം ഒരു അരഭാഗം ഒക്കെ വേവായിട്ടുണ്ട്. മൊത്തത്തിലായിട്ടില്ല, കാരണം നല്ല കട്ടിയുള്ള തണ്ടാണ്. അപ്പം ഇച്ചിരി ഉപ്പോടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇത് ഇലയും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് കൂട്ടത്തിൽ കിടന്ന് വേവാനുള്ളതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇല ആണെങ്കിൽ ആവി തട്ടുമ്പോഴത്തേനൊന്ന് ചുമക്കോളും. ഇനി ഇതിനകത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. ഈ കൂട്ടത്തിൽ തന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ തണ്ടും ഇലയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കണം ഈ സമയത്ത്. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കി വെച്ചിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മാങ്ങയുടെ പുളിയും ഈ സമയത്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് വെള്ളം ഭയങ്കര തിക്കായതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചാറ് പരുവത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ഇപ്പം നമ്മുടെ ചീരേൻ്റെ കറി ഒന്ന് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്, അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് തളിച്ച് ഇതിനകത്തോട്ട് ചേർത്താൽ മതി. കറി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടുക് തളിക്കുന്ന സാധാരണ എണ്ണ നമ്മൾ ചൂടാക്കി കറിവേപ്പിലയും കൊച്ചുള്ളിയും കടുകും കൂടെ ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് ചൂടാക്കി നമ്മുടെ കറിയിലോട്ട് ഒഴിക്കുകയാണ്. ഇതൊഴിച്ച ശേഷം നമുക്കിനി കറി മൂടി വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീരക്കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.